ഒരിക്കലൊരിക്കല് ഒരു താറാവിന് 5 മുട്ട ഉണ്ടായി. താറാവ് ഭയങ്കര കാര്യമായിട്ട് കാത്തിരുന്നപ്പോൾ 4 മുട്ട വിരിഞ്ഞപ്പോൾ ഭയങ്കര രസമുള്ള ക്യൂട്ടായിട്ടുള്ള താറാവും കുട്ടികൾ ഉണ്ടായി. 5ാമത്തെ മുട്ട കുറച്ചും കൂടി വലിപ്പമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി നല്ല താറാവും കുട്ടി ഉണ്ടാവുമെന്ന് വെച്ച് കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു കുഞ്ഞി കാണാൻ വലിയ ഭംഗിയില്ലാത്ത ഒരു കുട്ടിയാണ് പുറത്ത് വന്നത്, താറാവും കുട്ടിയെ പുറത്ത് വന്നത്. പക്ഷെ അമ്മ നല്ല സ്നേഹത്തോടു കൂടി 5 താറാവും കുട്ടികളെ നേരെ നോക്കി. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ താറാവ് ഈ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് കാണാൻ ഭംഗിയില്ല, അവരെ പോലെ നന്നായി നീന്താൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു. അത് മറ്റവരെ പോലെ ആവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അപ്പോൾ ഈ താറാവും കുട്ടികളെല്ലാം ഒരു പോണ്ടിൻ്റെ അകത്താണ്, ഒരു കുളത്തിൻ്റെ അകത്താണ്. അപ്പുറത്തുള്ള ഒരു കായലിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ താറാവും കുട്ടി റിയലൈസ് ചെയ്യണം. താറാവ് കുറച്ച് വലിയ താറാവൊക്കെ ആയി മാറി. ഇപ്പം ഈ കുട്ടി റിയലൈസ് ചെയ്യാണ് ഒരുപാട് മനോഹരമായ അരയന്നങ്ങൾ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് റിയലൈസ് ചെയ്യണം, ഞാനൊരു അരയന്ന കുട്ടി ആയിരുന്നു, അറിയാതെ ഈ താറാവും കൂട്ടത്തിൽ പെട്ടുപോയതാണെന്ന് റിയലൈസ് ചെയ്യണം. അതോടുകൂടി അതിന് മനസ്സിലാവണം അതിനെ കാണാൻ ഭംഗിയുണ്ട്, അതിനെപ്പോലെ തന്നെ ഒരുപാട് പേര് ചുറ്റുമുണ്ട് എന്നുള്ളത്. എന്ന് പറയണ പോലെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഡിഫറെൻ്റ് ആണെങ്കിൽ, നമ്മൾ അതിൽ പറ്റുന്ന ഒരാളെല്ലാം തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സർക്കിൾ മാറ്റുക. നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് സർക്കിളിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളും മനോഹരവും നല്ലൊരാളും ആണെന്ന് സ്വയം റിയലൈസ് ചെയ്യാൻ പറ്റും.